ഇന്നൊരു മാങ്ങിഞ്ചി കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് തോന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പറ്റ കരിഞ്ഞ് പോവരുത്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ മാങ്ങിഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇതിലിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് 5 മിനിറ്റ് ഒന്ന് കുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുക, കത്തിക്കരിയരുത്. ഇനി ഇതിലോട്ട് നമ്മൾ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ മാങ്ങിഞ്ചി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിലോട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു 3 സ്പൂണ് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നീട് ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട്, അപ്പോൾ ഉപ്പില്ലാതായപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറും അച്ചാറും പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടോ നോക്കിയിട്ടുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കുക്ക് ചെയ്യുമ്പോൾ ഇത് ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. വിനാഗിരി ഒഴിച്ചതിന് ശേഷം പിന്നെ കുറേ സമയത്ത് കുക്ക് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.